അതെ പാപ്പച്ച, ഇത് വല്ലതും നടക്കുവോ? അതോ അവറാച്ചന്റെ കിങ്ങിണി പൂച്ച ചത്ത പോലെ ആകുവോ? എന്നാ ഓ ഈ വട്ടത്തിൽ വീഴുവോ പാപ്പച്ച? അരിക്കൊമ്പം വരെ വീഴും. വീണാ മതി, വലുതാക്കി അങ്ങ് ഇറക്ക്. ഈ നീളം മതിയോ? ആ ആ भैया पादरी किधर ആ നീയായിരുന്നോ? ഞാൻ കരുതി വല്ല ബംഗാളി ആയിരിക്കുന്നു. ഞാനും അങ്ങനെ കരുതി. ഓ ഡാ ജിതേന്ദ്ര, ഇതൊക്കെ നമുക്ക് അടിച്ചു മാറ്റിയേ. ഇനി നീ അടിച്ചോ. നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. എടാ നിന്റെ ഈ ബടായി പറച്ചിൽ തന്നെ ഉണ്ടാക്കിയ തന്തയുടെ പേര് ചീത്തേക്കാൻ വേണ്ടി നാട്ടുകാരുടെ പറമ്പിൽ മുഴുവൻ കൊണ്ടും കുഴിയും കുടുക്കും വെച്ച് നടക്കും. നമ്മൾ ഈ നായാട്ട് കുടുംബം വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എടാ നീ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നതേ എനിക്കിപ്പോ ഒരു നാണക്കേടായിരിക്കുക. അച്ഛന്റെ മറ്റൊരു കുഞ്ഞാളുണ്ടല്ലോ, ആര്? മറ്റേ മാനിയൻ പോലീസുകാരൻ, അവൻ എന്നെ 3ാം ക്ലാസ് തൊട്ട് പണിയാൻ തുടങ്ങിയതാ. ഓ നീ അത്ര മോശമൊന്നല്ല. എടാ അവന്റെ ആ ചന്തിയും എപ്പോഴും കിടക്കേണ്ട അടിയുടെ പാട് നിന്നെ അതിനകത്ത് പോക്കർ തരത്തിന്റെ. ആരാണത് എഴുതിയത്? സത്യം പറഞ്ഞ ശിക്ഷ കുറയും ഇല്ലേ? ഈ ജെയിംസ് കുട്ടിയാ. നേരാണോടാ? ഞാൻ കണ്ടതാ, എന്റെ അമ്മയാണ് സത്യം. ഹലോ ഹലോ മാങ്കുഴിയച്ചനാണോ? ആ ഇത് ഞാനാ. എന്താ കാട്ടുകാരൻ വിളിച്ചോ? എന്താ വിശേഷിച്ച്? നമ്മുടെ ലില്ലിക്കുട്ടിയുടെ ബ്രദർ തന്നെയല്ലേ ഇപ്പൊ അവിടുത്തെ AC? അല്ല അച്ഛോ, ഒരു ചെറിയ തോക്കിന്റെ കേസാണ് സർ. അല്ല അച്ഛോ, അതെന്താ അച്ഛനിപ്പോ ഇടവക്കാരുമായി തോക്കൊണ്ടൊരു കളി? അത് എന്റെ ഒരു വേണ്ടപ്പെട്ട കുഞ്ഞാടിന്റെ. അതൊന്ന് കൈകാര്യം ചെയ്യണം അച്ഛോ. ആ ഞാൻ ശ്രമിക്കാം. ശരി. വേണ്ട വേണ്ട വേണ്ട, നല്ല ഉടുമ്പിന് കിട്ടുകയാണെങ്കിൽ ഒന്നിന് തന്നേക്കണേ. പൊന്നുടുപ്പ് മതി, പൊന്നുടുപ്പ്. എടാ ഈ വല്ലാത്ത കിതപ്പ് ഒന്നിനും പറ്റുന്നില്ലടാ. പൊന്നുടുപ്പിന്റെ നാക്ക് വിഴുങ്ങിയിട്ട് പള്ളിമേടയ്ക്ക് ചുറ്റും 4 റൗണ്ട് ഓടിയാലുണ്ടല്ലോ, പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഒരു ഇതാണത്. പണ്ടൊരിക്കേ ഞാൻ സെമിനാറിലായിരുന്നപ്പോ ഒരു 5-5.5 കിലോ വരുന്ന ഒരു ഉടുമ്പിന് കിട്ടി. പക്ഷെ ഈ നോമ്പ് കാലം ആയിരുന്നോണ്ട് കളയേ. ആര് കളയുന്നു? എടാ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നിട്ട് വന്നു. വെറുതെ എന്തിനാ അവരും കൂടി പാപികളാക്കുന്നത്? നന്നായിട്ട് പഠിച്ച് മിടുക്കനായിട്ട് വലിയ ആളാവണം കേട്ടോ. വലിയ ലോട്ടറി കച്ചവടക്കാരനാവണം. എനിക്ക് ഡോക്ടറായാൽ മതി. എടാ ഞാൻ കളക്ടർ ആവാൻ നടന്ന ആളാ, എന്നിട്ട് ഈ ലോട്ടറി ഇട്ടുകൊണ്ട് നടക്കാൻ. ഡോർ നടച്ചേക്കണേ. അല്ല ജെയിംസ് സാറേ, ഇന്നത്തെ ബൈക്ക് എടുത്തില്ലേ? ബൈക്ക് എടുത്താ പിന്നെ ഇവത്തെ കാരണം കാര്യമുണ്ട്. നീ ഓ മാനെ കണ്ടല്ലേ, ചുമ്മാ ബഹളം ഉണ്ടാക്കണ. ഹലോ, ഈ വഴി ആദ്യമായിട്ടാണോ? അതെ അതെ അതെ. കാഴ്ചമംഗലാവിലൊന്നും പോയിട്ടില്ലയോ? ഓ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞപ്പോ കുറച്ച് ഒച്ച കൂടി പോയതാ. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ? അങ്ങോട്ട് നോക്കിയാ മതി, ദേ അവിടെ ഇടയ്ക്ക് വരാറുണ്ട്. എന്താ പറ്റിയ മേഡം? എന്തോ പറ്റിയിട്ടുണ്ട്. സ്ഥിരം പരിപാടി തന്നെ, വർക്ക്ഷോപ്പിൽ ആള് വരേണ്ടി വരും. ഓ ഈ പാട്ടൊക്കെ തൂക്കി വിറ്റിരുന്ന പണ്ടേ KSRTC ലാഭത്തിലായെന്ന്. സേവറേ ഒന്ന് ചോദിച്ചു നോക്കി, ചിലപ്പോ ആക്രി വിലക്ക് വല്ലതും കിട്ടുമായിരിക്കും. അത് ഞാൻ ചോദിച്ചോളാം. അല്ല ജെയിംസ് സാറേ, നമ്മുടെ പാപ്പച്ചനളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് സാറിനെ വിളിച്ചില്ലല്ലേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാനെന്താ അവൻ്റെ അമ്മാവനോനോ? ആക്രത്തണ്ടി ആക്കാൻ വന്നേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലയോ? അളിയന്റെ മെയിൻ ശത്രു അല്ലേ? ഞാൻ കാണുമ്പോ ഈ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം. എന്നാ കാരണം ആർക്കറിയാം? അതെനിക്കും അറിയത്തില്ല.
പക്ഷെ അളിയന്റെ ശത്രു എന്റെ ശത്രുവാ